മാത്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഈ ഒരു കാര്യത്തിൽ മാത്രം എല്ലാവർക്കും, ഈവൻ ഇഫ് പേരൻസിന് പോലും കുറച്ച് കൺഫ്യൂസ്ഡ് ആവും ഇത് പറഞ്ഞു കൊടുക്കുന്നതിന്. എല്ലാവരും അത്രത്തോളം മാത്സിൽ ഐക്യമുള്ളവരാവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവരെ ഏത് രീതിയിലാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു AI ടൂൾ സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ? സോ മാത്സ് എനിക്കും കുറച്ച് അതൊക്കെ ഉള്ള, ബട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള മൈക്രോസോഫ്റ്റിന്റെ തന്നെ മാത്ത് കാൽക്കുലേറ്റർ ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്കിട്ട അത് ആൻസർ തരുന്ന മുമ്പേ അത് സ്റ്റെപ്സ് ആദ്യം നമ്മളെ കാണിപ്പിക്കും, അത് വായിപ്പിക്കും. ആ റീഡ് ചെയ്തിട്ട് ആ AI തന്നെ റെക്കഗ്നൈസ് ചെയ്യും, പറഞ്ഞു അത് തന്നെയാണോ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് ഫൈനൽ ആൻസർ തരും. ആദ്യം അത് ഓരോ സ്റ്റെപ്സ് നമ്മളെ വായിപ്പിക്കും, അത് തന്നെ സ്റ്റെപ്സ് തരും, പക്ഷെ അത് വായിപ്പിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ആൻസർ തരും. സോ ഞാൻ അങ്ങനെ ഉപയോഗിച്ച ഒരു കാര്യം മൈക്രോസോഫ്റ്റിന്റെ മാത്ത് കാൽക്കുലേറ്റർ അല്ലേ? ഓക്കെ. ഇതുപോലെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് സാധാരണ റൗളിനെ ഹെൽപ്പ് ചെയ്യാറുള്ള ടൂൾസ് ഏതൊക്കെയാണ്? ഫ്ലാഷ് കാർഡ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ടൂളാ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓൺലൈൻ ഉണ്ടല്ലോ സ്റ്റേറ്റ് ബോർഡിന്റെ, അപ്പൊ എനിക്ക് ചുമ്മാ അത് ലിങ്ക് ചെയ്താൽ മതി. എന്നിട്ട് ഫസ്റ്റ് ചാപ്റ്ററിന്റെ അത് ചെയ്യുമ്പം ഫസ്റ്റ് ചാപ്റ്ററിന്റെ അത് ഫുൾ എനിക്ക് ഒരു ടോപ്പിക് മെമ്മറൈസ് ചെയ്യാൻ, ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഓരോ ഓപ്ഷൻസ് തന്നെ തരും. അതിൻ്റെ കൂടെ തന്നെ സംസാരിക്കാം. സോ അത് എനിക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാൻ അത് ഹെൽപ്പ് ചെയ്യും. അതിന്റെ കറക്റ്റ് പേരെന്താണ്? ഫ്ലാഷ്ക, FLASHKA. അപ്പോൾ എല്ലാവരും, എല്ലാ സ്റ്റുഡൻസും അതുപോലെ പേരൻസും ഈ പറയുന്ന സൈറ്റുകളൊക്കെ ഓർത്തു വെക്കുക. നമ്മുടെ മക്കൾക്ക് പഠിക്കാനൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആകും. ആളുടെ സീക്രട്ട് സാധനങ്ങളാണ് ഇതൊക്കെ. എല്ലാം റിവീൽ ചെയ്യിപ്പിക്കുകയാണ് നമ്മളിവിടെ. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ AI ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇത് മാറുമോ? ഷുവർ, മാറാൻ പറ്റും. ഇപ്പൊ കുറെ ആക്ച്വലി ഫുള്ളി AI എടുക്കാൻ ചാൻസ് എന്തായാലും ഉണ്ട്. പക്ഷെ ഇപ്പൊ കമ്പ്യൂട്ടർ വന്ന സമയത്ത് തന്നെ കുറെ ജോബ്സ് പോയി. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറെ ജോബ്സ് വന്നു. ഇപ്പം വേൾഡ്സ് ബിഗസ്റ്റ് കമ്പനീസ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ആപ്പിൾ, അവരെല്ലാരും എത്ര ജോബ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അത്ര ജോബ്സ് കൊടുക്കുന്നില്ലെങ്കിലും ഫ്യൂച്ചറിൽ എന്തായാലും കൊടുക്കും. നമ്മുടെ സ്കൂളുകളിൽ AI ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടോ ഇപ്പം? ഇല്ല. എന്തായാലും വേണം. അതൊരു വലിയ ഡിഫക്റ്റാണ്. എല്ലാവരും റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലോകത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട മറ്റ് ആളുകളെല്ലാം നമ്മുടെ സ്കൂളുകളിലാണുള്ളത്. അതായത് അവരിലേക്ക് ഇപ്പോഴും AI എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈയിടെ ഇത് വന്നായിരുന്നല്ലോ, 9ാം ക്ലാസ് വരെ ഫുൾ ചാപ്റ്റേഴ്സ് എല്ലാം റീവാമ്പ് ചെയ്തായിരുന്നു ഗവൺമെന്റ്. എന്നിട്ട് ഞാൻ IT-യുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി, ഇപ്പൊ പഴയ കാര്യങ്ങളാ, ലൈക്ക് ലിവർ. ഇത് മനസ്സിലാക്കേണ്ടതാണ് എല്ലാവരും. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകേണ്ട, പാഠപുസ്തകങ്ങളിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്നുള്ളത്. അത് ഡെഫിനറ്റ്ലി റൗണ്ട് അഭിപ്രായത്തിൽ അതൊരു വലിയ, ഇപ്പോഴും മനസ്സിലാക്കുക, ഈ ഒരു ബുക്ക് റിവൈവ് ചെയ്ത് വന്നിട്ടും അതിനകത്ത് ഈ പറയുന്ന മാറ്റത്തിനെ പറ്റി ഇല്ല. എന്നിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞവരും ഇവരുടെ പേരൻസും ഒക്കെ AI പഠിക്കണമെന്നും പറഞ്ഞ് പോവുകയാണ്. ലൈക്ക് ഇപ്പത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡിഫക്റ്റ് തന്നെയാണ്. ലൈക്ക് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ വെച്ച് അതിന് അപ്ഡേറ്റ് ആകാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്സ് മുമ്പത്തെ കാലത്ത് ഇത് അത്രയും നീഡനില്ലായിരുന്നു, ഇത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ മാറത്തില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു ഏജില് ഒരു ദിവസം AI-യുടെ ChatGPT ആണെങ്കിൽ അടുത്ത ദിവസം വേറെ ആയിരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമാജിൻ ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ വന്നു ChatGPT ബെസ്റ്റ് AI, ഹിയർ ആർ സം AI ടൂൾസ്. അടുത്ത ദിവസം ബെറ്റർ AI ടൂൾസ് വരും. അത് അവർക്ക് ടെക്സ്റ്റ് ബുക്ക് പിന്നെയും എടുത്ത് എഴുതാൻ പറ്റില്ലല്ലോ. പക്ഷെ നമുക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അവരുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പോകുന്നതിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ IT അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ കൂട്ടത്തിൽ സ്കൂളുകളിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നത് നല്ലതല്ലേ? അങ്ങനെയാണ്. അത് ഒരു സ്കൂളിന് ഇൻഡിപെൻഡന്റ്ലി ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ? കറക്റ്റ്. ഇപ്പം ഞങ്ങളുടെ ടീച്ചേഴ്സിന് വേണ്ടി ഒരു കാര്യം ഇതുള്ള ജെമിനി ഇല്ലേ, ഗൂഗിളിലെ, അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ യെസ്, ഒബ്വിയസ്ലി റിയലി ഗുഡ്, അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. സോ യെസ്. പക്ഷേ AI ഉപയോഗിക്കുന്ന എക്സ്പേർട്സിന് എത്രത്തോളം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും? റിയലി ലെസ്. എൻ്റെ ഒരു അത് വെച്ചിട്ട് ലൈക്ക് എനിക്ക് തോന്നി അത്ര ആൾക്കാർ ഇപ്പോഴും ഉപയോഗിക്കാറില്ല. ആൻഡ് ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. കാരണം അവരുണ്ടെന്നുണ്ടെങ്കിലല്ലേ ഈ പറയുന്ന മെസ്സേജ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോളജ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ്. വൺ ഓഫ് ദ റീസൺ ഞാൻ ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും കോണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഈ ക്ലാസ്സുകളും എടുക്കുന്ന ഇസ് ട്രൈങ് ടു സ്പ്രെഡ് അവയർനെസ് ടു. ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ IT സെക്ടറിൽ
ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാവിയിൽ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഗെയിമർ ആവണം, ഗെയിം ഡെവലപ്പ് ചെയ്യണം, ഇതൊക്കെയാണല്ലോ ഇപ്പം കൂടുതലും ഗെയിംസിലും ഒക്കെ ആയതുകൊണ്ട് ഗെയിം ഡെവലപ്പ് ചെയ്യണം എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പം രാഹുലിനോട് ചോദിക്കുന്നത്, അപ്പം എന്ത് സജഷനാണ് അവർ അതുപോലെയുള്ള ഇപ്പോൾ ഒരു ഫ്യൂച്ചർ സെലക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ആഫ്റ്റർ 10th +2 ദെൻ അവരെന്തിലേക്കാണ് പോകേണ്ടത്? പേരൻസിൻ്റെ ഒരു പ്രഷർ അനുസരിച്ചാണോ പോകേണ്ടത്, അതോ സ്വന്തം ഇഷ്ടപ്രകാരമുള്ളൊരു പാഷൻ ചൂസ് ചെയ്യണോ? അഥവാ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ പ്രോപ്പറായിട്ടൊരു കാര്യം ചൂസ് ചെയ്യാൻ AI സെക്ടറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഞാൻ AI സെക്ടറിന്റെ ആളിലും കൂടുതലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ ചൂസ് ചെയ്യണം. ബിക്കോസ് ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ അതൊരു ജോലിയായിട്ട് എടുക്കല്ലേ. ഞാനിപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഓരോ ദിവസവും ഞാൻ പോയി ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതൊരു ജോലിയായിട്ട് എടുക്കാം. ലൈക്ക് എടുത്ത നമ്മൾ പോയി പഠിക്കണ്ട. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് യെസ്, പേരൻസ് പറയുന്നത് അത് അവരുടെ ഒപ്പീനിയൻ എന്തായാലും കേൾക്കണം. പറയുന്ന ഒരു കാര്യം കാരണം എടാ ഇത് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് അവർ പറയുന്നു, യെസ്. പക്ഷെ പ്രഷർ വെച്ച് പോലെ എന്താ ഫുൾ ലൈഫ് പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യും, ഓ ഇതെടുത്തെങ്കിൽ എങ്ങനെ ആയേനെ. അപ്പം സ്വന്തം കാര്യം നോക്കണം. അപ്പോൾ ഭാവിയിൽ ഈ ജോലിയുടെ സാധ്യതകളിൽ 2 സെക്ടറിലാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് ഓപ്ഷൻസ് വരുന്നത്. ഞാൻ ചോദിക്കുകയാണ്, അതായത് ഒന്ന് ഈ AI അല്ലെങ്കിൽ റോബോട്ട് ഇതിൻ്റെ ഒരു മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഇൻവെൻറ്റ് ചെയ്യുന്നവർ, ഈ ഒരു റോബോട്ടോ അല്ലെങ്കിൽ ChatGPT, ജെമിനി അതെങ്ങനെയാണ് ഇൻവെൻറ്റ് ചെയ്യുന്നു എന്നുള്ള ആളുകൾ, അതായത് അതൊരു സെക്ടറിലുള്ളവരും. മറ്റൊരു സെക്ടറിലുള്ള അതെന്ന് വെച്ചാൽ ഇത് ഇൻവെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗിക്കുന്നവരും. ഈ ഒരു 2 സെക്ടർ ആയിരിക്കും മേ ബി ഇൻ ഫ്യൂച്ചറിൽ കൂടുതലും ജോലി സാധ്യതകളുള്ളത്. കാരണം കൂടുതൽ AI റോബോട്ട്സ് ഓർ AI സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സും വേണ്ടി വരും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോംപ്റ്റിങ്ങും ഈ പറയുന്ന വാട്ട് എവർ ദ അപ്ഡേഷൻസ് ഈ പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുവരുന്നുണ്ടോ അതനുസരിച്ച് ഉപയോഗിക്കാൻ അറിയാവുന്നവരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലുള്ള IQ ലെവലായിരിക്കുമല്ലോ. കാരണം ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തൊക്കെയായിരിക്കും ഏകദേശം പഠിക്കേണ്ടി വരുന്നത്? ഇപ്പോൾ AI കുറേ ജോബ്സ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ കുറേ AI ടൂൾസ് ഇറങ്ങിയിട്ടുണ്ട്, AI മോഡൽസ് ട്രെയിൻ ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചിലപ്പം AI ഉണ്ടാക്കാൻ്റെ ജോലിയും വേണേൽ പോവാം. അപ്പം നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ വന്ന ആ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, കുറേ ജോലി പോയിക്കൊണ്ടിരിക്കുക. എന്താ വരാൻ പോകേണ്ടതെന്ന് ആർക്കും അറിയത്തില്ല. സോ നമ്മൾ ആ ഒരു സ്റ്റേജിലാണ്. സോ എനിക്ക് ഇപ്പോഴും ഐ കാണ്ട് ഓൾസോ സജസ്റ്റ്. ഞാൻ തന്നെ ഇപ്പം മിക്കവാറും ലൈക്ക് കോമേഴ്സ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ബിക്കോസ് ഫിനാൻസിൻ്റെ സൈഡ് അറിയാൻ വേണ്ടി ഇൻ ദ ഫ്യൂച്ചർ. കഴിഞ്ഞാൽ ഈ സയൻസിൻ്റെ അതിനകത്ത് AI നമുക്ക് അറിയാൻ പറ്റില്ല എടുക്കണോ